മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിശദീകരിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളുമൊക്കെ അവർ ക്ലിപ്പിട്ടുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയാ ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഈ വിഷയസംബന്ധമായിട്ടുള്ള സലഫികളുടെ നിലപാട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. എന്താ സലഫികളുടെ നിലപാട്? അത് പൂർവികരുടെ നിലപാടാണ്, അഹ്ലു സുന്നത്തിന്റെ നിലപാടാണ്, ഇമാമിങ്ങളുടെ നിലപാടാണ്, ശാഫിഈ മദ്ഹബിലെ ആധികാരികമായിട്ടുള്ള പണ്ഡിതന്മാരുടെ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ ഇമാമാണ് ഇമാം ബഗവി റഹിമഹുല്ല. ഇമാം ബഗവിയുടെ തഫ്സീറൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അത് അറിയപ്പെട്ടതാണ്. ഇമാം ബഗവിയുടെ ഹദീസുകളുടെ കിതാബുകളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കിതാബാണ് ഇമാം ബഗവിയുടെ ശർഹ് സുന്ന. ആ ശർഹ് സുന്നയിലെ ഒന്നാം വാള്യത്തിലെ 171-ാമത്തെ പേജിൽ അവിടെ ഇമാം ബഗവി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നഫ്സിനെ കുറിച്ച് വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ ഐനിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വജ്ഹിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിന്റെ കണ്ണിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മുഖത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കയ്യിനെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വലതിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവാ ചെയ്തു, ആരോഹണം ചെയ്തു ആകാശത്ത് എന്ന് പറയുന്ന, കുർസിയിൽ എന്ന് പറയുന്ന വിഷയം, ഇങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അദ്ദേഹം ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ബഗവി റഹിമഹുല്ല പറയാം, ഫഹാദിഹി വനവാഇറുഹാ സിഫാത്തുൻ ലില്ലാഹി അസ്സ വജല്ല. ഈ പറഞ്ഞ ഗുണവിശേഷണങ്ങളും അതിനോട് തുല്യപ്പെട്ടതും അള്ളാഹുവിന്റെ സിഫാത്തുകളാകുന്നു, വിശേഷണങ്ങളാകുന്നു എന്ന. ഇതൊന്നും മുജാഹിദുകൾ കണ്ടുപിടിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഗുണവിശേഷണങ്ങൾ അതിനോട് തുല്യപ്പെട്ടതെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് എന്ന് പറയാം. അപ്രകാരം തന്നെ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. യജിബുൽ ഈമാനു ബിഹാ, നിർബന്ധമായി കൊണ്ടും നമ്മൾ അതിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന. അതിൽ ഈമാൻ ഉണ്ടാകണം, അതിൽ വിശ്വസിക്കണം. എന്നിട്ട് പിന്നീട് പഠിപ്പിക്കുന്ന വിഷയം എന്താ? അവയുടെ ബാഹ്യാർത്ഥത്തിൽ ലാഹിറായ നിലക്ക് മേലെ അതിനെ മനസ്സിലാക്കണമെന്ന. ലാഹിറായിട്ടുള്ള പ്രകടമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനെ തഅ്വീൽ ചെയ്യാൻ പാടില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇത് ഇമാം ബഗവി റഹിമഹുല്ല പഠിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാ, മുജ്തനിബൻ അനിത് തശ്ബീഹ്, അതോടൊപ്പം തന്നെ സൃഷ്ടികളെ പോലെ അതിനെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. മുഅ്തഖിദൻ അന്നൽ ബാരി സുബ്ഹാനഹു വ തആല ലാ യുശ്ബിഉ ശൈഉൻ മിൻ സിഫാതിഹി സിഫാതിൽ ഖൽഖി കമാ ലാ തുശ്ബിഉ ദാതുഹു ദവാതിൽ ഖൽഖ്. അള്ളാഹുവിന്റെ ഒരു ഗുണവിശേഷവും സൃഷ്ടികളുടെ ഗുണവിശേഷണവുമായിട്ട് ഒരിക്കലും സാദൃശ്യപ്പെടുന്നില്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ച് ഉറപ്പിക്കുകയും വേണം എന്ന് ഇമാം ബഗവി റഹിമഹുല്ല പഠിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ എഴുതുകയാണ്, ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ യാതൊരു വസ്തുവുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. വഅലാ ഹാദാ മളാ സലഫുൽ ഉമ്മത്തി വഉലമാഉസ് സുന്ന. ഇപ്രകാരമാണ് പൂർവസൂരികളായിട്ടുള്ള സുന്നത്തിന്റെ ഇമാമുകൾ, സുന്നത്തിന്റെ ഉലമാക്കൾ അവർ സ്വീകരിച്ച നിലപാട് എന്ന് ഇമാം ബഗവി റഹിമഹുല്ല വ്യക്തമാക്കുക. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസമല്ലേ മുജാഹിദുകൾ പഠിപ്പിച്ചത്? ഈ ഒരു വിശ്വാസമല്ലേ മുജാഹിദുകൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കണ്ണുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ കാര്യങ്ങൾ തഅ്വീൽ ചെയ്യാതെ, അതിനെ വ്യാഖ്യാനിക്കാതെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ലാഹിറായ അർത്ഥത്തിൽ, ബാഹ്യമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ എടുക്കണം. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല, അതിനെ നമ്മൾ സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചു. അതേ രൂപത്തിൽ തന്നെ നമ്മളത് പഠിക്കുകയും ചെയ്തു, അത് മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെയാ പരിഹസിക്കുന്നത്. എന്നിട്ട് പറയണത് എന്താ? ഒരു വിഗ്രഹത്തെ പോലെയുള്ള അള്ളാഹുവിനെയാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് എന്ന.
അങ്ങനെ പറയുന്ന, അങ്ങനെ പ്രസംഗിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാർക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹം പഠിപ്പിച്ചത് ഒരു വിഗ്രഹത്തെ പോലെയുള്ള അള്ളാഹുവിനെയാണ് എന്ന്. ഇത് ചെറിയ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. അഹ്ലുസുന്നത്തിന്റെ ധാരാളക്കണക്കിന് ഇമാമിയങ്ങൾ ഈ രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അത് സഹോദരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. നമുക്ക് അവർ പറയുന്നത് ആ ഭാഗം ഒന്ന് കേൾക്കാം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിഗ്രഹം പോലെയുള്ള ഒരു സാധനത്തെ, അല്ലെങ്കിൽ കയ്യും കാലുള്ള ഒരു തടിയുള്ള ഒരു വസ്തുവിനെ സങ്കൽപ്പിക്കുകയും അത് അല്ലാഹു ആണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറയുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നു. അയാൾ നിസ്കരിക്കുന്നു. പക്ഷെ അയാൾ വിശ്വസിക്കുന്നുണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞ ആ സാധനമാണ് അല്ലാഹ്. അപ്പൊ ഒരു സാധനം, ഒരു തടിയുള്ള ഒരു വസ്തുവിനെ ഇലാഹാണെന്ന് സങ്കല്പിച്ചിട്ട് ആ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചാൽ ആ മുസ്ലിമാവോ? ഇല്ല. കാരണം അല്ലാഹുവിന് തടിയുണ്ട് എന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ മഹാന്മാര് പറഞ്ഞവൻ കാഫിറാണ്. മാത്രമല്ല മിൻ ഉബ്ബാദിസ് സ്വനം, അവൻ വിഗ്രഹാരാധകനാണെന്ന് ഇമാം സുബുക്കി തന്റെ തബഖാത്തിൽ രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലി ഇൽജാമുൽ അവാമിൽ പറയുന്നു, അല്ലാഹുവിന് തടിയുണ്ട്, അവയവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനല്ല, അവൻ വിഗ്രഹാരാധകനാണ്. നിങ്ങൾ സാധാരണക്കാരായ വഹാബികളോട് ചോദിച്ചു നോക്ക്, അല്ലാഹുക്ക് കണ്ണുണ്ടോ? അല്ലാഹുക്ക് കണ്ണുണ്ട്. കാലുണ്ടോ? കാലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട്, സുന്നികൾ അല്ലാഹുക്ക് കണ്ണുണ്ടോ? കണ്ണില്ല. തലയുണ്ടോ? മുഖമുണ്ടോ? കാലുണ്ടോ? വടലുണ്ടോ? അതില്ല. പിന്നെന്താ അല്ലാഹ് നിങ്ങൾക്ക്? അപ്പൊ വഹാബിന്റെ അല്ലാഹ്ക്ക് വലിയൊരു ഒടല്, വലിയൊരു ചന്തി, വലിയ കണ്ണ്, കാത്, ഇങ്ങനെ അവയവങ്ങളുള്ള ഒരു വിഗ്രഹത്തിനെയാണ് വഹാബികൾ സങ്കല്പിക്കുന്നത്. തൗഹീദ് ഇരിക്കട്ടെ, അവർക്ക് എന്ത് വലക്കേണ്ട തൗഹീദ്? വഹാബികൾ അല്ലാഹുവിനെ പറ്റി തന്നെ ഇവർക്ക് അറിയില്ല, പിന്നെ തൗഹീദ് കണ്ട. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് മുജാഹിദുകൾക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചതായി കേൾക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതൊന്നും, ഒരു പണ്ഡിതന്മാരും ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇതൊരു പുതിയൊരു കാര്യമായിട്ടാണ് എങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് ശരിവെക്കാൻ വകുപ്പുണ്ട് എന്ന് പറയാം. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇത് സംബന്ധമായിട്ട് യഥാർത്ഥത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിച്ചാൽ അവരത് സമ്മതിക്കുന്നില്ല. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഈ വിഷയം അവതരിപ്പിച്ചാൽ അതവർക്ക് സമ്മതിക്കാൻ സാധിക്കുന്നില്ല. ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അറബിയിലാണ്. അറബിയിലുള്ള ഉദ്ധരണികൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ അത് മുജാഹിദുകൾ കളവ് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പും. അതുകൊണ്ട് സമസ്തയുടെ ഒരു 3 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് സംബന്ധമായിട്ട് എന്താണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കണം. ഇസ്ലാമിക വിജ്ഞാനകോശം, പൂങ്കാവനം പബ്ലിക്കേഷൻസ്, സമസ്തയുടെ പൂങ്കാവനം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശം, അതിൽ അല്ലാഹു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ അല്ലാഹു എന്ന് പറയുന്ന ഒരു ഭാഗത്തെ അവർ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, എന്താ? അല്ലാഹുവെ കുറിച്ച് ഇസ്തിവാഹ് ചെയ്തു, ആരോഹണം ചെയ്തു, വന്നു, യദ് കൈ മുതലായ ചില പരാമർശങ്ങൾ ഖുർആൻ നടത്തിയതായി മുകളിൽ സൂചിപ്പിച്ചു. എന്താണ് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ വിവക്ഷ എന്നിങ്ങനെ ചോദിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആ വീക്ഷണങ്ങളെ കുറിച്ച് പറയാണ്, പരാമൃഷ്ട ഗുണവിശേഷണങ്ങളെ അതേപടി അംഗീകരിക്കുക എന്നതാണ് പൂർവികരുടെ നിലപാട്. നോക്കണേ, പരാമൃഷ്ട ഗുണവിശേഷണങ്ങളെ, അള്ളാഹുവിന്റെ കയ്യ്, അള്ളാഹു ആരോഹണം ചെയ്തു, അള്ളാഹു വന്നു, ഇങ്ങനെയുള്ള ഗുണവിശേഷണങ്ങളെ അതേപടി അംഗീകരിക്കുക എന്നതാണ് പൂർവികരുടെ നിലപാട്. പ്രസ്തുത ഭാവകൽപ്പനകളുടെ സ്വഭാവം ഇന്നതാണെന്ന് നിർണയിക്കാൻ കഴിയുകയില്ല എന്നും അവർ വ്യക്തമാക്കുന്നു.
പിന്നെ അതിനുശേഷം പിഴച്ചു പോയിട്ടുള്ള കക്ഷികൾ, ഇതിൽ നിന്ന് വേറെയും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പൂർവികരുടെ നിലപാട് എന്താണ്? പൂർവികരുടെ നിലപാട് ഖുർആനിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അവന്റെ വിശേഷണങ്ങൾ, അവന്റെ കയ്യ്, അവന്റെ മുഖം, അവന്റെ വരവ്, അവൻ ഇസ്തിവാ ചെയ്തു അല്ലെങ്കിൽ ആരോഹണം ചെയ്തു, ഈ വക വിഷയങ്ങളെയൊക്കെ അപ്പടി അതേപോലെ സ്വീകരിക്കണം എന്നാണ്. ഇതാണ് ഇമാം ബഗവി റഹിമഹുല്ല മുമ്പ് പറഞ്ഞത്, നമ്മൾ ഉദ്ധരിച്ചത്. ലാഹിറായിട്ടുള്ള പ്രകടമായിട്ടുള്ള ആ അർത്ഥത്തെ അതേപോലെ നമ്മൾ സ്വീകരിക്കണം എന്നതാണ് ഒന്നാമത്തെ വിഷയം. ഇനിയോ EK വിഭാഗത്തിലും AP വിഭാഗത്തിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ എഴുതാറുള്ള സലാം നദ്വി പൂവത്താണി ഖുർആൻ പഠനങ്ങൾക്ക് ഒരാമുഖം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. പൂങ്കാവനം ബുക്സ് ആണ് അത് ഇറക്കിയിട്ടുള്ളത്. എന്താണ് അതിൽ പറയുന്നത്? ആ പൂങ്കാവനം ബുക്സ് ഇറക്കിയ ആ ഒരു ഗ്രന്ഥത്തിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പരാമർശിക്കുന്ന മുത്തശാബിഹായ ആയത്തുകൾക്കുള്ള ചില ഉദാഹരണങ്ങൾ നോക്കുക. അള്ളാഹുവിന്റെ കരം അവരുടെ കരങ്ങൾക്ക് മീതയാണ്. കരം എന്ന് പറയുമ്പോൾ കയ്യാണ്. അള്ളാഹുവിന്റെ കരം അവരുടെ കരങ്ങൾക്ക് മീതയാണ്. നിന്റെ നാഥന്റെ വജ്ഹ് മാത്രം അവശേഷിക്കുന്നതാണ്. താങ്കളുടെ നാഥൻ ആഗതനായി, അതുപോലെ തന്നെ കരുണാമയൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. മുൻകാലക്കാരായ പണ്ഡിതന്മാർ ഇത്തരം ആയത്തുകളെ വ്യാഖ്യാനിക്കാൻ മുതിരാതെ അവയുടെ ബാഹ്യരൂപമനുസരിച്ച് വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്മുറക്കാരായ പണ്ഡിതന്മാർ ശറഈ നിയമങ്ങൾ, ഭാഷാശൈലി, ബുദ്ധി എന്നിവയെ ആസ്പദമാക്കി ഇവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേതാ നമ്മൾ എടുക്കേണ്ടത്? മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ എന്താണ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ എന്നർത്ഥം. ഇമാം മാലിക് റഹിമഹുല്ല പഠിപ്പിച്ചിട്ടില്ലേ ഇസ്തിവാഇനെ കുറിച്ച്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഹിതനായതിനെ കുറിച്ച് ഇമാം മാലിക് പറഞ്ഞതെന്താ? അൽ ഇസ്തിവാഉ മഅലൂമുൻ, അറിയപ്പെട്ടതാണ് ഭാഷയിൽ, അത് അതേപടി നമ്മൾ സ്വീകരിക്കണം. അതിന്റെ കൈഫിയത്ത് മജ്ഹൂലാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല, അജ്ഞാതമാണ്. ഈമാനും ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കൽ അത് ബിദ്അത്താണ്. ഇതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ മുഖം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവാ ചെയ്തു, ആരോഹണം ചെയ്തു. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അത് അപ്പടി അതേ രൂപത്തിൽ വിശ്വസിക്കണമെന്ന് ആര് പറയുന്നു? സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നർത്ഥം. അപ്പൊ സഹോദരങ്ങളെ, ഈ വക വിഷയങ്ങൾ പച്ചയായിട്ട് ആ ബാഹ്യാർത്ഥം സ്വീകരിച്ചുകൊണ്ട് മുൻഗാമികളായിട്ടുള്ള നിലപാടുകൾ ഇന്നതാണ് എന്നുള്ളത് ഇതേ സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ എത്രയോ പ്രസിദ്ധീകരണങ്ങളിൽ അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മുജാഹിദുകളുടെ അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പരിഹസിക്കുന്നത് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഇനി അടുത്തത് സുന്നി പബ്ലിക്കേഷൻ സെന്റർ പുറത്തിറക്കിയതാണ് ജൗഹറത്തു തൗഹീദ്. ജൗഹറത്തു തൗഹീദ് ഈജിപ്തിലെ ഷേഖ് ഇബ്രാഹിം മുല്ലഖാനി അദ്ദേഹം രചിച്ചത്. VP അബൂബക്കർ മുസ്ലിയാർ നെട്ടൂർ അദ്ദേഹമാണ് ഇത് എഴുതിയിട്ടുള്ളത്, അല്ല വിവർത്തനം ചെയ്തിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറയണത്? അവനെപ്പോലെ യാതൊരു വസ്തുവുമില്ല, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവൻ. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സൃഷ്ടികളെ സംബന്ധിച്ച് ഉപയോഗിക്കാറുള്ള ഏതെങ്കിലും പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഉപയോഗിച്ചതായി കണ്ടാൽ അത് സത്യമാണെന്നും അവയുടെ ഉദ്ദേശവും യാഥാർത്ഥ്യവും അള്ളാഹുവിന് മാത്രമേ അറിയാവൂ എന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അള്ളാഹുവിന് എതുണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് നമ്മൾ അതിന്റെ ബാഹ്യാർത്ഥം നമ്മൾ സ്വീകരിക്കണം. പക്ഷേ അതെങ്ങനെ, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഉദാഹരണമായിട്ട് അവിടെ ഇവർ തന്നെ എഴുതുകയാണ്, സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ എഴുതുകയാണ്. ഉദാഹരണമായി അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്കു മീതെയാണ്, നിന്റെ നാഥന്റെ വദനം ശേഷിക്കും, പിന്നെ അവൻ അർശിൽ ആരോഹണം ചെയ്തു എന്നിങ്ങനെയുള്ള ഖുർആനിക പ്രയോഗങ്ങളിലെ കൈ, വദനം, ആരോഹണം ചെയ്തു മുതലായവയൊന്നും തന്നെ സൃഷ്ടികളുടേതുമായി താരതമ്യപ്പെടുത്തുകയോ തുലനം ചെയ്യുകയോ അരുത്. മറിച്ച് അള്ളാഹുവിന്റെ മഹത്വത്തിനും ഉത്കൃഷ്ടതക്കും തികച്ചും അനുയോജ്യമായ വിധത്തിലുള്ള
യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പൂർവിക മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എങ്ങനെ? ഇതാണ് പൂർവികരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ ആ പ്രയോഗങ്ങൾ അത്രയും സത്യമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ ഇന്നതാണെന്ന് വ്യാഖ്യാനിക്കുക കൂടി തന്നെ ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ ആരഭിപ്രായം നമ്മൾ എടുക്കേണ്ടത്? മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇത് സംബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നർത്ഥം. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അതേ ഗ്രന്ഥത്തിൽ തന്നെ സമസ്തയുടെ പണ്ഡിതൻ എഴുതുകയാണ്, അള്ളാഹു ഏതെങ്കിലും ഒരു ഭാഗത്താണെന്നോ അവനു ശരീരമോ അവയവങ്ങളോ ഉണ്ടെന്നോ മറ്റോ തോന്നിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾ സ്പഷ്ടമായി ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. നോക്കണേ, ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അവയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്തരം ചില പുണ്യവചനങ്ങൾ കാണുക. തങ്ങൾക്കു മേലെ നിലകൊള്ളുന്ന രക്ഷിതാവിനെ ആ മലക്കുകൾ ഭയപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ 16:50. പരമകാരുണികനായ അള്ളാഹു സിംഹാസനസ്ഥനായി. 20:5. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്കു മീതെയാണ്. 48:10. എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതിനെ ഒന്നിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത്? 38:75. ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകും, ഔദാര്യത്തിന്റെയും മഹത്വത്തിന്റെയും ഉടമയായ നിന്റെ നാഥന്റെ മുഖം ശേഷിക്കും. 55, 26, 27 ഹദീസുകളിലുമുണ്ട് ഇത്തരം പ്രയോഗങ്ങൾ. മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളെല്ലാം പരമകാരുണികനായ അള്ളാഹുവിന്റെ വിരലുകളിൽ നിന്നുള്ള 2 വിരലുകൾക്കിടയിലാണ്. അപ്പൊ അള്ളാഹുവിന് വിരലുണ്ട് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ ഹൃദയം കണക്കിന് അവയെല്ലാം അവൻ മറിച്ചുകൊണ്ടിരിക്കും. താൻ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹൃദയത്തെ അവൻ കൈകാര്യം ചെയ്യുന്നു. മുസ്ലിമിലെ ഹദീസാണ്. എന്നിട്ട് സമസ്തയിലെ പണ്ഡിതൻ എഴുതുകയാണ്, പ്രതാപവാനായ നാഥൻ അവന്റെ പാദം ജഹന്നമിലേക്ക് വെക്കുവോളം നരകാവകാശികളെ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയുമുണ്ടോ എന്ന് ആ ജഹന്നം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. നിന്റെ പ്രതാപവും ഔദാര്യവും കൊണ്ട് സത്യം, മതി മതി എന്ന് അപ്പോൾ അത് പറയുന്നതാണ്. മുസ്ലിമിലെ റിപ്പോർട്ടാണ്. എന്നിട്ട് സമസ്തയിലെ പണ്ഡിതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ആ പറഞ്ഞുതരുന്ന ഭാഗം ഒന്ന് കേൾക്കണം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് സുന്നി പബ്ലിക്കേഷൻ സെന്റർ പ്രസിദ്ധീകരിച്ച VP അബൂബക്കർ മുസ്ലിയാർ നെട്ടൂർ അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ കുറിച്ച് മുത്തശാബിഹത്ത് എന്ന് പറയപ്പെടുന്നു. ഇപ്രകാരം പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഗണ്യതമായി വന്നിട്ടുള്ളത് അത്രയും സത്യമാണെന്നും അവയുടെ ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയാവൂ എന്നും വിശ്വസിക്കലാണ് ഹൃദയശുദ്ധിക്കും മനസ്സമാധാനത്തിനുമുള്ള ഏക മാർഗം. എന്നിട്ട് പറയാം,
എന്നിട്ട് പറയാണ്, സലഫുകളായ, നോക്കണേ, സലഫുകളായ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് ഇത്. എന്നാൽ സംശയങ്ങളും തർക്കവിതർക്കങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത്തരം പ്രയോഗങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധ സത്തക്കനുയോജ്യമാം വിധം വ്യാഖ്യാനിക്കൽ ആവശ്യമാണെന്ന അഭിപ്രായക്കാരാണ് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ. അപ്പൊ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ തഅ്വീൽ ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ സലഫുകൾ, അങ്ങനെയാണ് ഇവർ പ്രയോഗിച്ചത്, സലഫുകൾ അവരുടെ മാർഗം പിൻപറ്റുന്നവരാണ് സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താ സലഫുകളുടെ മാർഗം? അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ബാഹ്യാർത്ഥത്തിൽ തന്നെ അത് അപ്പടി അതേ രൂപത്തിൽ സ്വീകരിക്കുക, അതിനെ ഇസ്ബാത്ത് ചെയ്യണമെന്ന് ആ പണ്ഡിതന്മാർ പറയാം, സ്ഥിരീകരിക്കണം. അതിനെന്ത് ചെയ്യാൻ പാടില്ല? അതിനെ നഫി ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. തഅ്വീൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതാ. അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിന് വിരുദ്ധമായിട്ട് ഒരു ആശയമായിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകും, അത് കുഫ്റാണ് എന്ന് എത്രയോ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ആധികാരികമായിട്ട് ഷാഫിഈ മദ്ഹബിലെ തന്നെ എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായിട്ട് പറഞ്ഞത്, അതിന്റെ ഉദ്ധരണികൾ ഇവിടെ എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമ്പോൾ അതെല്ലാം നമുക്ക് വായിക്കാം. സഹോദരങ്ങൾ, ഇതേപോലെ ഒട്ടനവധി സ്ഥലങ്ങളിൽ, റിസാലയിൽ, അതുപോലെ തന്നെ ഇവരിറക്കിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും, പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിൽ, അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ യദ് എന്ന് പറയുന്നിടത്ത് കൈ എന്ന് ഇവര് തന്നെ പരിഭാഷ കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ കാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കാലി എന്ന് തന്നെ പറയുന്നു, മുഖം എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ സാധിക്കും. സമയക്കുറവ് കാരണം അതിലേക്ക് ഇറങ്ങുന്നില്ല. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണ് എന്ന് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ആമിൻതു മൻ ഫിസ് സമാ എന്ന് പറയുന്ന ആയത്ത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലുള്ളവൻ എന്ന് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ആ കലാമിനെ അതേ രൂപത്തിൽ തന്നെ എടുക്കണം. എന്നാൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താ? ആകാശത്തിൽ ആധിപത്യമുള്ളവൻ, അല്ലാഹ് ആകാശത്തിലാണ് എന്ന് പറയുമ്പോൾ ആകാശത്തിൽ ആധിപത്യമുള്ളവനാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന്റെ വാഹിറായിട്ടുള്ള ആ അർത്ഥത്തെ തെറ്റിച്ചുകൊണ്ട് അവര് സംസാരിക്കുകയാണ്. എന്നാ സഹോദരങ്ങൾ, ഇവിടെ ഈ ഒരു വിഷയത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നാളെ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗം ഒന്ന് നമ്മൾ കേൾക്കണം. പ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാ സുഹൃത്തുക്കളെ? അല്ലാഹു തആല ആകാശത്തിലാണ്, ആകാശം പടച്ചോന്റെ വലത്തെ കയ്യിലുമാണ്. ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട കോലാലോചിച്ച് നോക്കണം. ഇനി അല്ലാഹു തആല ആകാശം എന്ന് ഇപ്പൊ ഇവര് പറയാം. അപ്പൊ പേരോട് ഉസ്താദ് ഒരിക്കൽ ചോദിച്ചു, ഈ ആകാശം അള്ളാന്റെ സൃഷ്ടിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളെ നാട്ടിൽ എന്തുകൊണ്ടാണ് യുക്തിവാദികളുടെ എണ്ണം പെരുകുന്നത്? നിരീശ്വരവാദികളുടെ എണ്ണം പെരുകാനുള്ള കാരണം എന്താണ്? ഈ മതയുക്തിവാദികളായ സുന്നികളല്ലാത്ത കക്ഷികൾ ഇസ്ലാമിനെ അടിക്കാനും വിമർശിക്കാനും അവർക്ക് ആയുധം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇസ്ലാമിന് എതിരെയുള്ള ഏറ്റവും വലിയ പ്രചാരണത്തിന് ആവശ്യമായ മരുന്നിട്ട് കൊടുക്കുന്നു. എത്ര വലിയ അപകടമാണ് ഇവർ ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം. ഇസ്ലാമിനെ ശത്രുക്കൾക്ക് കൊത്തിവലിക്കാനുള്ള ആയുധം കൊടുക്കുകയാണ് ഇവര്. അപ്പൊ പേരോട് ഉസ്താദ് ചോദിച്ചു, ഈ ആകാശം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ഈ ആകാശത്തിലാണ് പടച്ചോൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ആകാശം പടക്കിനു മുമ്പ് പടച്ചോൻ എവിടെയായിരുന്നു? ഈ പ്രസംഗം പേരോട് ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ഒരു ആശയം ചോദിച്ചപ്പോ ഒരു മൗലവി ഈ പ്രസംഗ ഭാഗം ഇട്ടുകൊണ്ട് ചോദിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ആശ്ചര്യമായി തോന്നിയത്. ഞാൻ വിചാരിച്ചു അയാൾ എന്തെങ്കിലും മറുപടി പറയായിരിക്കുന്നു. അപ്പൊ അയാൾ പറഞ്ഞെന്നറിയോ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട മഹത്വം ഈ വർഗം പടച്ചോന് കൊടുത്തിട്ടില്ല. ആ ചോദ്യം ചോദിച്ചതിന്റെ നമ്മളെ ഈ വടക്കേകാട് സമ്മേളനത്തിൽ, ആദർശ സമ്മേളനത്തിൽ സംസാരിച്ച ഒരു ഭാഗം നമ്മൾ ഈ കേട്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല
അർശിന് മുകളിലാണ്, ആകാശത്തിലാണ് എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുന്നു. പേരോട് ഉസ്താദ് പരിഹസിച്ചു, അത് ചോദിച്ചു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലതു കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുമെന്ന് പറയുന്നത് ആ ഒരു പറഞ്ഞ കാര്യത്തെയാണ് ഇവിടെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നൊരു കാര്യത്തെയാണ് ഈ പരിഹസിക്കുന്നത്. ഇവർക്ക് എന്ത് ഖുർആനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലെ 67-ാമത്തെ ആയത്തിലൂടെ പറയാ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിന് നൽകേണ്ട യഥാർത്ഥ മഹത്വം അവർ കൽപ്പിച്ചിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവനും ഖിയാമത്ത് നാളിൽ അവന്റെ പിടിയിൽ അടങ്ങിയതായിരിക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങളാകട്ടെ അവന്റെ വലതു കൈയിൽ ചുരുട്ടി പിടിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നെല്ലാം അവൻ എത്രയോ പരിശുദ്ധനാണ്. നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് നേർക്ക് നേരെ ഹഖീഖത്തോടു കൂടി, യാഥാർത്ഥ്യത്തോടു കൂടി എടുക്കണമെന്ന സലഫുകൾ പഠിപ്പിച്ചിട്ടുള്ളത്, മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇനി മുജാഹിദുകൾ കൊടുത്ത ഒരു അർത്ഥാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണ്ട. സമസ്തയൊക്കെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് മുട്ടാണിശ്ശേരിൽ എം കോയാക്കുട്ടി മൗലവി. അദ്ദേഹം ഈ ആയത്തിന് അർത്ഥം കൊടുക്കുന്നത് എന്താ? അള്ളാഹുവിനെ വിലമതിക്കേണ്ട യഥാർത്ഥമായ അവന്റെ പെരുമയിൽ അവർ വിലമതിക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാൾ ഈ ഭൂമി മുഴുവനും അവന് ഒരു പിടിയിൽ ഒതുങ്ങുന്നു. ആകാശങ്ങൾ അവന്റെ വലതുകരത്തിൽ ചുരുളുകളായി അമർന്നിരിക്കും. ഇനി അതുപോലെ തന്നെ സമസ്തക്കാർക്കെല്ലാം സുപരിചിതനായ റഹ്മത്തുള്ളാഹി അൽ ഖാസിമി മുത്തേടം പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിൽ ഈ ആയത്തിന് എഴുതുന്നത് എന്താ? പുനരുത്ഥാന നാളിൽ ഭൂമി മുഴുവൻ അവന്റെ പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും, ആകാശങ്ങളോ അവന്റെ വലതു കയ്യിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. ആരാ? സമസ്തയുടെ പണ്ഡിതന്മാരാണ് ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ട് എഴുതുന്നത്. എന്നിട്ട് മുജാഹിദ് മൗലവിമാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു. ഇത് കേട്ടിട്ട് ആകെ അത്ഭുതം കൂറി എന്നൊക്കെയാ പറയണത്. സഹോദരങ്ങളെ, തീർന്നില്ല. സുന്നി പബ്ലിക്കേഷൻ സെന്റർ വിതരണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ വിവർത്തനമുണ്ട്. ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദിവി അദ്ദേഹം ഈ വിഷയസംബന്ധമായിട്ട് പറയണത് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്, അദ്ദേഹം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതിലൊക്കെ കൃത്യമായി കൊണ്ട് ഈ വിഷയസംബന്ധമായിട്ട് അദ്ദേഹം പറയുന്നു. ഇത് അള്ളാഹുവിന്റെ കരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേർക്ക് നേരെ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. നേർക്ക് നേരെയാണ്. അതായത് പരിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിനെ അതേപോലെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം പറയുന്നു. എന്താ പറയണത് അറിയോ? ആ ആയത്ത് പറഞ്ഞിട്ട് പറയാണ്, അന്ത്യനാളിൽ ഒരു സംഭവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായിട്ട് ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു ഭൂമിയെ പിടിയിലാക്കുകയും ആകാശങ്ങൾ വലതു കൈയിൽ ചുരുട്ടുകയും ചെയ്തിട്ട് ചോദിക്കും, ഞാനാണ് രാജാവ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? ബുഖാരിയിലെ ഹദീസ്. 3 വട്ടം ചോദിച്ചിട്ടും ആരും ഉത്തരം നൽകാതിരിക്കുമ്പോൾ രാജാതിരാജൻ തന്നെ മറുപടി നൽകുന്നതാണ്. ഇബ്നു കസീർ 40:16 നോക്കുക എന്ന്. എന്നിട്ട് സമസ്തയിലെ പണ്ഡിതൻ തന്നെ പറയാണ്, ഇതൊന്നും ഗ്രഹിക്കാത്ത മൂഢന്മാരാണ് ബഹുദൈവ വിശ്വാസികൾ എന്നാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഇതൊന്നും ഗ്രഹിക്കാത്ത മൂഢന്മാരാണ് എന്ന് സമസ്ത തന്നെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള വിവരക്കേടുകളൊക്കെ ഈ വടക്കേക്കാടിന്റെ മണ്ണിൽ വന്നുകൊണ്ട് എഴുന്നള്ളിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ഇതുപോലെ ഇനിയും ധാരാളമായിട്ടുള്ള ഉദ്ധരണികൾ സമസ്ത തന്നെ ഈ വിഷയ സംബന്ധമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് ചില വിഷയങ്ങൾ കുറച്ച് ധൃതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. മുജാഹിദുകൾ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്, വലിയ പരിഹാസമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അള്ളാഹുവിന് കയ്യ്, അള്ളാഹുവിന് മുഖം, ആകാശത്ത് ഇങ്ങനെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നു ആകാശത്തെ. സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വലിയൊരു ചോദ്യം ചോദിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്താ ചോദ്യം? ആകാശം സൃഷ്ടിച്ച ശേഷം സിംഹാസനത്തിൽ ആരോഹിതനായി, എന്നാൽ അതിനു മുമ്പ് എവിടെയായിരുന്നു അള്ളാഹു എന്ന് പേരോട് ചോദിച്ചതായിട്ട് ഇവിടെ പറഞ്ഞില്ലേ? എവിടെയാ അള്ളാഹു ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന്? ബുദ്ധി കൊണ്ടാ കളിക്കുന്നത്. ഈ വക വിഷയങ്ങളിൽ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത് എന്ന് സഹോദരങ്ങളെ
ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബുദ്ധി കൊണ്ട് കളിക്കേണ്ട ഒരു മേഖലയല്ല ഇത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമ്മെ ഉണർത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത്തരം സംഗതികളിലൊക്കെ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന ഒട്ടനവധി വിഷയങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? സലഫുകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കണം. അതിൽ നമ്മൾ വ്യാഖ്യാനിക്കാനോ ആ വിഷയ സംബന്ധമായിട്ട് കൂടുതൽ സംസാരിക്കാനോ പാടില്ല എന്ന് കൃത്യമായിട്ട് സമസ്തയിലെ പണ്ഡിതന്മാര് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണം പറയാം. റഹ്മത്തുള്ള അൽ ഖാസിമി മുത്തേടം ഇസ്തിവ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് സൂറത്ത് അഅ്റാഫിലെ 54-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുന്ന ഭാഗങ്ങളുണ്ട്. അതൊന്ന് കേൾക്കണം. സമസ്തയിലെ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് കേട്ടോ. പേരോടിനുള്ള മറുപടിയാണ് ഇത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്കുള്ള മറുപടിയാണ്. സിദ്ദീഖ് സക്കാഫിക്കുള്ള മറുപടിയാ. ആരാ മറുപടി പറയണത്? മറുപടി പറയണത് റഹ്മത്തുള്ള അൽ ഖാസിമി. എന്താ? അള്ളാഹുവിന്റെ സിംഹാസനത്തെ കുറിച്ചും അതിൽ അവൻ ആരോഹണം നടത്തിയതിനെ സംബന്ധിച്ചും ഒന്നും വ്യക്തമായി ഗ്രഹിക്കാൻ മനുഷ്യനാവില്ല. ഇതുപോലെയുള്ള സംഗതികളും ഖുർആനിലും ഹദീസിലും അള്ളാഹുവും പ്രവാചകനും പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തവയാണ് അർശും കുർസിയും ലൗഹും ഖലമുമൊക്കെ. ഈ വിഷയമായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. സൽവൃത്തരും പൗരാണികരുമായ മാലിക്, ഔസാഹി, സൗരി, ലൈസ്, ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അജ്മഈൻ മുതലായവരും മുൻകാലക്കാരും പിൻകാലക്കാരുമായ മറ്റ് മുസ്ലിം പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് നാം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. രൂപനിർണയമോ സൃഷ്ടികളോടുള്ള സാമ്യപ്പെടുത്തലോ അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങൾക്ക് കോട്ടം തട്ടിക്കലോ കൂടാതെ പ്രമാണങ്ങൾ എന്തു പറഞ്ഞോ അത് സ്വീകരിക്കുക എന്നതാകുന്നു ആ മാർഗം. അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാമ്യപ്പെടുത്തുന്നവരുടെ ഹൃദയങ്ങളിൽ ഉദിക്കുന്ന യാതൊന്നും അതിൽ ഉണ്ടാകാവതല്ല. അവരെ പോലെ യാതൊരു വസ്തുവുമില്ല. അവരെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇമാം റാഗിബ് പറഞ്ഞത്, ഇമാം മാലിക് പറഞ്ഞത്, ഇമാം അഹ്മദ് പറഞ്ഞത്, ഇമാം ഖുർത്തുബി പറഞ്ഞത് ഇതെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. സമാനമായ വിഷയങ്ങളാ. വായിക്കണില്ല സഹോദരങ്ങളെ. ഇത് തന്നെയാണ് സലഫികളും സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നർത്ഥം. പക്ഷേ സലഫികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ ധരിക്കുന്നത് വള്ളി ട്രൗസറാണ്, നമ്മളത് ബർമുടയാണ് എന്നൊക്കെ പറയുന്ന അത്രയും മോശമായിട്ടുള്ള ഒരു ശൈലിയിലേക്കാണ് സമസ്തയുടെ സമകാലിക പണ്ഡിതന്മാർ പോകുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരൊക്കെ ഇത് സംബന്ധമായിട്ട് ധാരാളക്കണക്കിന് വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളെ അതേ രൂപത്തിൽ തന്നെ അതിന്റെ ബാഹ്യാർത്ഥം പച്ച മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ധാരാളം ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് എന്താ ഇമാമിങ്ങൾ മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള വിഷയം തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് ഒരു സ്ഥലം ആവശ്യമുള്ളവൻ എന്നുള്ള നിലക്ക് ആകാശത്തുള്ളവൻ എന്ന് പറയാൻ പാടില്ല. അത് കുഫറ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉദ്ധരണിയൊക്കെ ഇവിടെ ഉദ്ധരിച്ചിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന് സ്ഥലം ആവശ്യമുള്ളവൻ എന്ന നിലക്ക് ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ പോലെയായി. അള്ളാഹു സൃഷ്ടികളെ പോലെ കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതേപോലെയായി. സൃഷ്ടികളെ പോലെ കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതേപോലെയായി. ഇതൊക്കെ കുഫ്ര. ആ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പഠിപ്പിച്ചത് അൽ മുർഷിദിൽ വന്ന ലേഖനങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് മുൻപ് മുജാഹിദ് പണ്ഡിതന്മാർ ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് മുജാഹിദ് പണ്ഡിതന്മാർ അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് എന്നൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിന്റെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ അവരെ പഠിപ്പിച്ചപ്പോ അവർക്കതിന് മറുപടിയില്ലാതെ ആയപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില അടവുകളാണ് ഇത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഗൗരവമുള്ള ഒരു വിഷയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുണ്ട്, സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയില്ല ഇവർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ്, എത്ര ഗൗരവമുള്ളതാണ് എന്ന്. അതുകൊണ്ടാണ് ബഹുമാന്യനായ മുജാഹിദ് ബാലശ്ശേരിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇവരൊക്കെ മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ, സമസ്തയുടെ സാധാരണക്കാരെ കുറിച്ചിട്ടല്ല, മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്തുമാത്രം ഫാഷിസ്റ്റുകളെക്കാളും ഉപദ്രവകാരികളാണ് എന്ന് പറഞ്ഞതൊക്കെ ക്ലിപ്പിട്ടിട്ട് ഇവിടെ പ്രസംഗിച്ചു.
ഈ വിഷയം ഒന്ന് നേർക്ക് നേരെ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഇന്നലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറേ വടക്കേക്കാട് പ്രദേശത്തുള്ള സുന്നികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കുക. കുറേ ആളുകൾ, 10-ൽ കൂടുതൽ ആളുകളെ വിളിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ച്, നമ്മളിപ്പോൾ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം അല്ല കേൾക്കണില്ലേ? ആ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം അത് ബദിരീങ്ങൾ കേൾക്കുന്നുണ്ടാവോ, മൊഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്നുണ്ടാവോ? എന്താ നിങ്ങളെ വിശ്വാസം എന്ന്? എങ്ങനെയാണ് ബദിരീങ്ങൾ കേൾക്കുക? എങ്ങനെയാണ് ഇത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കുക? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ എന്ന് സമസ്തയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഈ വടക്കേക്കാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു. മനസ്സിലായോ? ഒരാളും കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തിനും കുറച്ച് ആവേശം വന്നു. മൂപ്പരാളെ ചില 4-5 സുഹൃത്തുക്കൾക്ക് വിളിച്ച് ഇതേപോലെ ചോദിച്ചു. ആ സുഹൃത്തുക്കളും സുന്നികളായിട്ടുള്ള സുഹൃത്തുക്കളും പറഞ്ഞു, നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ബദിരീങ്ങൾ കേൾക്കുന്നൊന്നില്ല, മൊഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കണില്ല, അങ്ങനെയുള്ളൊരു വിശ്വാസം അത് തെറ്റാണ്, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ എന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഈ ഒരു ചോദ്യം ഒരു മുസ്ലിയാരോട് ചോദിച്ചാൽ ഇതുപോലെ ആവില്ല ഒരു പക്ഷേ ഉത്തരം കിട്ടുക എന്നാണ്. എനിക്കൊരു സുഹൃത്തുണ്ട് മുസ്ലിയാർ, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മുസ്ലിയാരെ വിളിച്ചു. മുസ്ലിയാരോട് ചോദിച്ചു, ഉസ്താദേ, നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം അള്ളാഹു കേൾക്കണില്ലേ? അതിനെ മറുപടി പറഞ്ഞു, തീർച്ചയായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം അത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്നുണ്ടോ, ബദരീങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ അവർ കേൾക്കാണ്ട്. അതുകൊണ്ട് പറയുന്നതും കാണാതെ പഠിച്ചു വച്ചിട്ടുള്ള ഖുർആനിലെ ആയത്തുകളും ചില ഹദീസുകളൊക്കെ അങ്ങോട്ട് ഉദ്ധരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, എന്തുമാത്രം വിഷമാണ് മുസ്ലിയാക്കന്മാർ എന്ന് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി പറയാനുള്ള കാരണം ഇതാണ് എന്ന് പാവപ്പെട്ട സമസ്തയിലെ ഈ നാട്ടിലുള്ള നല്ലവരായ ആളുകൾ മനസ്സിലാക്കണം. ഈ മുസ്ലിയാക്കന്മാർ സത്യത്തിൽ ഇതാ പഠിപ്പിക്കുന്നത്. അതിന്റെ ഗൗരവം എന്താണെന്നുള്ളതാണ് ഇനി തിരിച്ചു പറയാനുള്ളത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗിച്ച് നമ്മൾ പറയാറുണ്ട്, CM മടവൂരിനൊക്കെ നിങ്ങൾ പിടിച്ച് പടച്ചോനാക്കിയില്ലേ, അപ്പൊ പടച്ചോനാക്കിയില്ലേ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ആ ഭാഗവും സംസാരിച്ചു. CM മടവൂര് പടച്ചോനാണ് എന്ന് സമസ്തക്ക് അഭിപ്രായമുണ്ട്, സമസ്തയിലെ മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന മുജാഹിദുകൾ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ വിഷയം ഒന്ന് കേൾക്കുക. സ്വാഭാവികമായി സോഷ്യൽ മീഡിയയിലൂടെ ഈ ആദർശത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പല പച്ചയായ നുണകൾ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു നുണയാണെന്നറിയോ? സുന്നികളുടെ വിശ്വാസമാണ് CM വലിയുള്ള പടച്ചോനാണെന്നുള്ളത്. CM വലിയുള്ള പടച്ചോനാണെന്ന് ഒരു സുന്നി വിശ്വസിക്കണില്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾ വല്ല പാട്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പാട്ട് തോട്ടിലേക്ക് അങ്ങ് വലിച്ചെറിയും അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആളുകൾ. അത് ഏറ്റ് നടക്കുന്നവരല്ല. കണ്ട, CM മടവൂര് പടച്ചോനാണ് എന്ന് സമസ്തയിലെ ഒരു മുസ്ലിയാക്കന്മാരും ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരും വിശ്വസിക്കുന്നില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ ആശയം. ഏതോ ഒരു വ്യക്തി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയ ആ ഒരു വ്യക്തി ചെയ്ത ഒരു തെറ്റ് സമസ്തയിലേക്ക് ചേർത്തണ്ട എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തിയാണോ? പെരിന്തൽമണ്ണയിലെ ഒരു ത്വരീഖത്തുകാരനാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് ആ പാട്ട് എഴുതാനുള്ള സ്വാധീനമുണ്ടാക്കിയത് ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളാണോ? കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളാണോ? അല്ല, നേരെ മറിച്ച് അത് സമസ്തയുടെ അധ്യാപനങ്ങളാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാട്ട് എഴുതാൻ പ്രേരിപ്പിച്ചത്. എന്താ ആ പാട്ട്? നമുക്ക് ആ പാട്ടിന്റെ ചെറിയ രൂപം നമുക്കൊന്ന് കേൾക്കാം. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ, മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ, കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ, ഹുവ 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 മടവൂരേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. നോക്കിയേ,
മടവൂര് ആരാ, പടച്ചോനാണോ? അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞോളി എന്നാണ്. എന്താ പറയേണ്ടത്? അതെ അതെ, മടവൂർ ഞങ്ങളെ പടച്ചോൻ തന്നെയാണ് എന്ന് പറഞ്ഞോളീൻ എന്നാണ് ഈ പാട്ടിലുള്ളത്. ഈ പാട്ട് എഴുതിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണയിലുള്ള ഒരു ത്വരീഖത്തുകാരനാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഈ ആശയം കിട്ടിയത് ഇവിടെ നിന്നാണ്. ഇതാ പഠിക്കേണ്ടത്. അതായത് ഒരു പടച്ചോന്റെ സ്ഥാനത്തേക്ക് CM മടവൂരിനെ എത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, CM മടവൂരിനെ സംബന്ധിച്ച് നമ്മൾ ഇനി കേൾക്കണം ചില വിഷയങ്ങൾ. അതെന്താ? CM മടവൂരിനെ സംബന്ധിച്ചിടത്തോളം മുദബ്ബിറുൽ ആലമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് ഇവർ പ്രസംഗിക്കുക കേരളക്കരയിൽ. എങ്ങനെ? അന മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്ന് പ്രഖ്യാപിക്കാൻ CM മടവൂരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. എത്രേ? ആ പറയുന്ന ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം. നമ്മൾ അഞ്ചാമത്തെ ഭാഗം. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ മടവൂർ ശൈഖുനയുടെ കുത്തുബുൽ-ആലം ശൈഖുന മടവൂർ, സുൽത്താനുൽ ഔലിയാ ശൈഖുന മടവൂർ, റഈസുൽ മഹ്ബൂബീൻ ശൈഖുന മടവൂർ, ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനായ കാലത്തിന്റെ പരിഷ്കർത്താവായ അനമുദബ്ബിറുൽ-ആലം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്ത ശൈഖുൽ മശായിഖായ ശൈഖുന മടവൂർ. ആ മടവൂർ ശൈഖുനയുടെ മഹത്വം അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു സംഘടനാ ഫാസിസത്തിനും സാധ്യമല്ല. മാറ്റിവെച്ചേക്ക്. കണ്ട, അതായത് മുദബ്ബിറുൽ ആലമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയിട്ടുള്ള ആളാണ് CM മടവൂരി എന്നാണ് ഇപ്പൊ പറഞ്ഞതിൽ നമുക്ക് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അധികാരം എവിടെയാ കൊടുത്തിട്ടുള്ളത്? സഹോദരങ്ങളെ, ഈ ഒരു ആശയം പറയുമ്പോൾ അതിന് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത്? ഈ സമസ്ത AP വിഭാഗത്തിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളാരാ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയാണ്, ഞാൻ ജീവിച്ചിരിപ്പുള്ള ഈ സമയത്ത് ഈ CM മടവൂര് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള സമയത്ത് എന്നെ നിയന്ത്രിച്ചിരുന്നത് അത് CM മടവൂരാണ്. അതിനുശേഷം CM മടവൂര് മരിച്ചതിന് ശേഷവും എന്നെ നിയന്ത്രിക്കുന്നത് ആരാ? CM മടവൂരാണ്. CM മടവൂരിനെ സംബന്ധിച്ച് CMന്റെ തദ്ബീറുണ്ട് എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കാൻ നമുക്ക് കാണാം. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക. സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു, ബഹുമാനപ്പെട്ടവർ ആണ്. അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതായത് ഹയാത്ത് കാലത്ത് ലഭിച്ച അതേ തദ്ബീർ എനിക്ക് മരണപ്പെട്ടു പോയ CM മടവൂരിൽ നിന്ന് ഇപ്പോഴും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ആര്? AP വിഭാഗത്തിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് എന്താ മനസ്സിലാകുക? സഹോദരങ്ങളെ, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയുന്ന സ്ഥാനം എന്താ? നമ്മൾ റബ്ബ് എന്ന് വിളിക്കാറുണ്ട്. റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു നാമമാണ് റബ്ബ്. ആ റബ്ബ് എന്ന് പറയുന്ന നാമം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു, ഖാലിഖാണ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വെറുതെ വിട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട എല്ലാ റിസ്ക്കും നമുക്ക് നൽകുന്നുണ്ട്. ആ ഉപജീവനമൊക്കെ നമുക്ക് നൽകി അല്ലാഹുവിന്റെ നിയന്ത്രണ പരിധിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആ നിയന്ത്രണം അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല. അതാണ് മുദബ്ബിർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മുദബ്ബിർ എന്ന് പറയുന്ന ആശയം, റാസിഖ് എന്ന് പറയുന്ന, ഖാലിഖ് എന്ന് പറയുന്ന ഈ ആശയങ്ങളൊക്കെ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ അതിലെ വലിയ ഒരു അംശമെടുത്തുകൊണ്ട് സഹോദരങ്ങളെ മുൻകാലങ്ങളിലൊക്കെ കീഴുവായി വിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയിലേക്ക് ചാർത്തി കൊടുക്കുക, ഒരു പച്ചയായ മനുഷ്യനിലേക്ക്. ഇത് എൻ്റെ ഒരു പ്രയോഗമല്ല, എൻ്റെ പ്രയോഗമല്ല. കീഴ്വായി വിടുന്ന ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ നിന്ന് എടുത്തതാ. നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. ഈ വിഷയ സംബന്ധം ഇനിയുണ്ട്.
അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കൊടുക്കുന്നത് ആരാ? അള്ളയാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അത് CM മടവൂരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മൾ കേൾക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ശൈഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരായിട്ട് ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ് അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CMന്റെ അടുത്തെത്താം. അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. ഇത് കിഡ്നി നഷ്ടപ്പെട്ട് രണ്ടിന്റെ പ്രവർത്തനം 100% നിലച്ച് പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ CM ഒരു വിമാനത്തിലെത്തുമ്പോൾ അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. മാറുകയാണ്. വെറും ഒരു ലഫ്ളല്ലാതെ അതൊരു അധികാരം തന്നെയാണ്. കണ്ടാ, ഇതൊന്നും വെറും ഒരു ലഫ്ളല്ല, കേവലം ചില പദങ്ങൾ ഞാൻ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അധികാരമാണ്. നമുക്ക് അസുഖം വന്നാൽ അത് മാറ്റിക്കാനുള്ള അധികാരം CM മടവൂരിനുണ്ട് എന്ന് ഈ ഒരു വിശ്വാസവും സമൂഹത്തെ ഇവർ പഠിപ്പിക്കുകയാണ്. ഇനി ഇവർ പറയാണ്, ആകാശത്ത് ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ആ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇവർ പറയണമെന്ന് കേട്ടുവെക്കുക. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീരത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഒരു കൺകെട്ട് വിദ്യയും ഒരു മാരണവും ഒരു കുട്ടിച്ചാത്തന്റെ സേവയും ഖുതുബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിൽ വിലപോവില്ല. അവര് ഐനുന്നൂറാണ്, അവര് ഒറിജിനൽ നൂറ് നേടിയ മഹാനരാണ്, അവര് സുൽത്താനുൽ ഔലിയാണ്, അവര് ഖുതുബുൽ ആലമാണ്. ഞാൻ അറിയാതെ ഒരു ഇല പോലും മനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. അപ്പൊ കണ്ടില്ലേ എന്തെല്ലാം വിശേഷണങ്ങളാണ് CM മടവൂരിന് സമസ്തയിലെ പണ്ഡിതന്മാർ ചാർത്തിക്കൊടുത്തിട്ടുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ ഇടുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. അടുത്ത വിശേഷണം എന്താ? ലോകത്തുള്ള വെള്ളം മുഴുവൻ മഷിയായി തീർന്നാൽ, മരങ്ങൾ മുഴുവൻ പേനയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലും അത് CM മടവൂരിന്റെ പോരിശകൾ എഴുതി തീരുകയില്ല എന്ന അതും കൂടി ഒന്ന് കേൾക്കാം. അവിടുത്തെ വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫീരീജുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്, അതിൽ ബഹുമാനപ്പെട്ടവര് ഓവുസിന്റെ മക്കാമ് പറയുന്നുണ്ട്. ഓവുസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ താന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഓസിനോട് എല്ലാവരും ബയ്യത്ത് ചെയ്യണം, എല്ലാ നാട്ടുകാരും, എല്ലാ ജീവികളും, ജിന്നും മലക്കും മുഴുവൻ ആളുകളും. അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ പദവി. ഇത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന, ചെവിടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സംഭവമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹ് പറയണതാണ്. ആ വിശേഷണം, അല്ലാഹനെ കുറിച്ചുള്ള ആ വിശേഷണമാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തുള്ള വെള്ളം മുഴുവൻ മഷി, മരങ്ങൾ മുഴുവൻ പേനയായി കഴിഞ്ഞാലും ഈ CM മടവൂരിനുള്ള പദവികൾ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ തീരൂലാന്ന്. ഇത് അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒരു വിശേഷണം
കേവലം മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് ചാർത്തി കൊടുക്കാൻ അവർക്കൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അധികാരമുള്ള പദവിയുള്ള ആ ഒരു മഹാനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കുഴപ്പം? ഇങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കുക. ചെറിയൊരു കുട്ടികൾ വളർന്നു വരുമ്പോൾ സഹോദരങ്ങളെ, അവർക്കൊക്കെ നല്ല തർബിയത്ത് കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും അല്ലേ? എൻ്റെ മോൻ നന്നാകണം, എൻ്റെ കുട്ടി നന്നാകണം, ശിർക്കിൽ അവരകപ്പെടരുത് എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് വളർത്തുന്ന രക്ഷിതാക്കളുണ്ട് എങ്കിൽ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ അടുക്കിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കരുത്. എന്താണ് അതിന്റെ അപകടം എന്നുള്ളതല്ലേ, അത് നമ്മളൊന്ന് കേൾക്കുക. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളിൽ തുണയില്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളിൽ തുണയില്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് വിശേഷണമാണ് ഇനി ബാക്കി കൊടുക്കാനുള്ളത്? CM മടവൂർ എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആ വ്യക്തിക്ക് ഇസ്ലാമിലെ എന്ത് വിശേഷണമാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഇനി ബാക്കി കൊടുക്കാനുള്ളത്? അത് അള്ള എന്ന് പറയുന്നത് മാത്രമേ അല്ലേ? അള്ളയാണ് CM മടവൂർ എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് നിരാശയാണുള്ളത്. CM മടവൂര് അള്ളയാണ് എന്ന് അതും പറഞ്ഞു. ഇനി അതൊന്ന് കേൾക്കുക. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാജുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. നോക്കിയേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ട്. മുദബ്ബിറുൽ ആലം എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട് CM മടവൂരിന്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ CM മടവൂരിന്റെ തദ്ബീറിലാണ്, നിയന്ത്രണത്തിലാണ്. CM മടവൂര് അസുഖം മാറ്റി കൊടുക്കാനുള്ള അധികാരമുണ്ട്. CM മടവൂര് അശ്രദ്ധയിലായി കഴിഞ്ഞാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടും. ലോകത്തുള്ള വെള്ളം മുഴുവൻ മഷിയായി, മരങ്ങൾ പേനയായാലും എഴുതി തീരുകയില്ല അദ്ദേഹത്തിന്റെ പോരിശകൾ. CM മടവൂരിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രത്യേകമായ തർബിയത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുന്ന ഒരാള് CM മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടെഴുതി കഴിഞ്ഞാൽ ആ പാട്ട് ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ വടക്കേകാട് മണ്ണിൽ വന്നുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇത് കേൾക്കാൻ വലിയ കൗതുകമുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനൊരു മറുപടി തരണം. എന്തടിസ്ഥാനത്തിലാണ് CM മടവൂര് പടച്ചോനാണ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് ഏത് കിതാബ് വെച്ചുകൊണ്ട്, ഏത് ആശയം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കുക? ഖുർആൻ വെച്ചുകൊണ്ടാണ്, ഹദീസുകൾ വെച്ചുകൊണ്ടാണ്, അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളുടെ അധ്യാപനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ അറിയോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള 100ഓളം തെളിവുകൾ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? ഇങ്ങനെ പച്ചയായി CM മടവൂരിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ത്വര എങ്ങനെയാ ഉണ്ടായത്? നിങ്ങളുടെ തലതിരിഞ്ഞ ഇസ്തിഗാസവാദ, നിങ്ങളുടെ തലതിരിഞ്ഞ മരിച്ചുപോയ മഹാന്മാരായിട്ടുള്ള ആളുകളോട് ചോദിക്കുന്നതിൽ ഒരു തകരാറുമില്ല എന്ന് ആദ്യകാലം മുതൽ തന്നെ നിങ്ങൾ പഠിപ്പിച്ചതിന്റെ അനന്തര ഫലമാണ്. ഒരു കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും വളർന്നു വരുന്ന സമൂഹം മുഴുവൻ
അള്ളാഹു അല്ലാത്ത ഈ ഔലിയാക്കന്മാരും മഹാന്മാരുമാണ് എന്ന് നിങ്ങൾ പറയുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്ന, നേർക്കുനേരെ പ്രാർത്ഥിക്കുന്ന പടച്ചോനാണ്, അള്ളാഹുവാണ്, അള്ളാഹുവിൽ നിന്ന് ഹിക്കായത്ത് കിട്ടിയിട്ടാ പറയുന്നത് എന്നൊക്കെ തലതിരിഞ്ഞ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ കാരണമായി. എന്ന സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള വിശ്വാസമൊന്നും അന്ന് മുൻകാലങ്ങളിലുള്ള സമസ്തയുടെ പണ്ഡിതന്മാർക്കില്ല. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപക നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയണതെന്നറിയോ? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹം പറയാണ്, അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അവരെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. ഇതാ സമസ്ത മുമ്പ് പഠിപ്പിച്ചത്, ആദ്യം പഠിപ്പിച്ചത്, സമസ്ത രൂപീകരിച്ച സമയത്ത് പഠിപ്പിച്ചത്. ഇതൊക്കെ പച്ചയായ ശിർക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്തിഹാസ എന്താണ്? പ്രാർത്ഥനയല്ല എന്ന. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ഇസ്തിഹാസ, അത് പച്ചയായ പ്രാർത്ഥനയാണ് എന്ന് മുജാഹിദ് പണ്ഡിതന്മാര് ആ കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ചു. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അന്നേരം അവർ വിശദീകരിച്ചു കൊണ്ട് എഴുതുകയാണ്. സുന്നി അഫ്കാറിൽ നമുക്ക് കാണാം, എന്താ, മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും വെടിഞ്ഞ് അവനെ മാത്രം വിളിക്കുന്ന പ്രവർത്തനമാണ് പ്രാർത്ഥന. ഇതുതന്നെയാണ് തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും സത്ത. അതിലും ഉയർന്ന മറ്റൊരു ആരാധനയും ഇല്ല. അനസ് അതിരുമട പ്രാർത്ഥന മുഅ്മിനിന്റെ രക്ഷാകവചം എന്ന് പറയുന്ന നല്ല ഒരു ലേഖനം. ഈ ഒരു ആശയം മുജാഹിദുകൾ പറയുന്ന ആശയമാണ്. ഈ ഒരു ആശയം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് പല വേദികളിലും നമ്മൾ ചോദിക്കാറുണ്ട്. ആ ആശയം സ്വീകരിച്ച നല്ലവരായിട്ടുള്ള ഒരുപാട് സമസ്തയെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ പച്ചയായ ശിർക്കിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷെ അത് പോകുന്നത് ആരാ? മുസ്ലിയാക്കന്മാരാ. അതുകൊണ്ടാണ് അവര് അപകടകാരികളാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാര് അവരെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താൻ കാരണം. എന്നാൽ ഇതിൽ നിന്ന് നമ്മളെ തിരിച്ചു കളച്ചതാരാ? സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിന്ന് അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച വിഷയം, അത് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര. കൊട്ടപ്പുറം സംവാദത്തില് പച്ചയായിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ തെളിവുകളുണ്ട് എന്ന് ജനസമൂഹത്തിന്റെ മുമ്പിൽ വാദിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അതിനുശേഷം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫത്താവ മുഹിയസുന്ന ഭാഗം 2 അതിൽ നമുക്ക് കാണാം. അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന വിഷയങ്ങള്, ആ വിഷയങ്ങൾ മരിച്ചുപോയ ആളുകൾ, അതായത് അവിടെ അദ്ദേഹത്തിന്റെ വരികളാണ്, അല്ലാഹു അല്ലാത്തവരോട് അവർ ഇലാഹിന്റെ പ്രത്യേകതയായ സ്വമതെന്ന ഗുണമുള്ളവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം അർത്ഥിച്ചാലേ ശിർക്കാവുകയെന്ന സുന്നി വിശ്വാസത്തിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെന്നും കേവലം സഹായാർത്ഥന ചെയ്യപ്പെടുന്നവർ മരിച്ചുപോയവരാണെന്ന കാരണം കൊണ്ട് ശിർക്കാകുമെന്ന അസുന്നികളുടെ വാദത്തിന്, അസുന്നി എന്ന് പറയുമ്പോൾ ആരാ? സുന്നികളല്ലാത്തവര്. അസുന്നികളുടെ വാദത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നും വ്യക്തമായി. അപ്പൊ സമതാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, സമതാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്കാവും. സമതല്ല എങ്കിലോ അതിനൊരു കുഴപ്പവുമില്ല, അതിനൊരു പ്രശ്നവുമില്ല എന്നാണ്. എന്നിട്ട് ഇതേ വ്യക്തി തന്നെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്നെ, ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. ശിഥില തന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ചോദിക്കുകയാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? പ്രാർത്ഥിക്കുന്നത്, കേൾക്കണേ, പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ ഒന്ന് വ്യക്തമാക്കാമോ? അതിൽ നൽകിയ ഉത്തരം എന്താണ്? അനുവദനീയമാണ്, പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്. എന്നിട്ട് പറയാണ്, ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും ഈമാനിൽ പരിപൂർണതയുള്ളവരും മാത്രമാണ്. സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത് തെളിവായി കൊടുക്കുന്നു. ഇതാണോ സമസ്ത രൂപീകരിച്ച സമയത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? സമസ്തയിലെ ആദ്യകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇതല്ല.
അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അമ്പിയാക്കന്മാരോട് പാടില്ല, ഔലിയാക്കന്മാരോട് പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിലായി മാറി. എന്തേ കാരണം? ഇസ്തിഗാസക്ക് തെളിവ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പരതി പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് സമസ്ത എത്തി എന്നുള്ളതാണ്. ഏതുവരെ എത്തി എന്നറിയോ? വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ഹാഷിം നഈമി എഴുതിയതാണ്, ജാലകം പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അവര് ഈ സമസ്തയിലെ പണ്ഡിതൻ പറയാണ്, എങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ ത്വര്യപ്പെടുത്തി. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് നമ്മൾ പറയണത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. അപ്പൊ നമ്മളൊക്കെ ഇബ്ലീസിന്റെ ആളുകളാണ്. എന്തേ കാരണം? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ പറയുന്നു. അതൊക്കെ ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത് തുറന്ന് കാണിക്കുകയല്ലാതെ നിർവാഹമില്ല. ഈ വിഷയങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ അവിടെയൊക്കെ ഇവര് നടത്തുന്ന ചില തട്ടിപ്പുകളുണ്ട്. അതെന്താണെന്നറിയോ? ഈ തൗഹീദ് അങ്ങോട്ട് കേട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ആളുകളിൽ മാറ്റം സംഭവിക്കും. ആ മാറ്റം സംഭവിക്കുന്നതിന് തടയിടാൻ വേണ്ടി സമസ്തയിലെ പണ്ഡിതന്മാർ കൊണ്ടുവരും. കണ്ടാ, മുജാഹിദ് പള്ളിയിൽ 2 ബാങ്ക് വിളിക്കലില്ല. നമ്മളെ പള്ളിയിൽ നോക്കിയേ 2 ബാങ്ക് വിളിക്കുന്നുണ്ട്. എപ്പോ? വെള്ളിയാഴ്ച ദിവസം, ജുമാ ദിവസം 2 ബാങ്ക് ഇല്ലാത്തവരാ. ഇതൊക്കെ പുത്തൻവാദികളാണ്. ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്തതാണ്, ദീനിന് പരിചയമില്ലാത്തത്. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കില്ലേ, കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാ 2 ബാങ്ക്, അപ്പൊ പിന്നെ മുജാഹിദ് പള്ളിയിൽ എന്താ 1 ബാങ്ക് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എൻ്റെ കയ്യിലുള്ളത് ഫത്ഹുൽ മുഈനാണ്. ഈ ഫത്ഹുൽ മുഈൻ വളരെ പഴക്കമുള്ള ഒരു ഗ്രന്ഥാണ് എൻ്റെ കയ്യിലുള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ അതിലെ പേജുകളൊക്കെ ഒരു പക്ഷേ അത് താഴെ വീണു പോകും. അതുകൊണ്ട് ഞാൻ അതിന്റെ ചില പകർപ്പെടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള ഭാഗം. ഇത് ആരതാണ്? സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ, അദ്ദേഹം രചിച്ചതാണ്. PK കുഞ്ഞുബാബ മുസ്ലിയാർ അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷപ്പെടുത്തിയതിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്താണ് അതിൽ പറയുന്നത്? 2 ബാങ്ക് വിളിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ, 2 ബാങ്ക് വിളിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ കേൾക്കണേ സഹോദരങ്ങളെ. സുബഹി നിസ്കാരത്തിന് ഉഷസ്സിന് മുമ്പും പിമ്പും, ഫജറിന് മുമ്പും പിമ്പും ഓരോ ബാങ്ക് വിളിക്കൽ സുന്നത്താകുന്നു. 1 ബാങ്ക് വിളിക്കുവാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വന്നാൽ അത് ഉഷസ്സിന് ശേഷമായിരിക്കലാണ് അത്യുത്തമം. സുബൈക്ക് മുമ്പ് 2 ബാങ്ക് വിളിക്കണേ, നമ്മൾ മക്കയിലും അതിലൊക്കെ പോയി കഴിഞ്ഞാൽ കേൾക്കുക. അതിനെ കുറിച്ചാണ് പറയണത്. എന്നിട്ട് അതിനുശേഷം പറയുകയാണ്, എന്താ പറയണത്? ജുമഅക്ക് ഖത്തീബ് മിമ്പറിന്മേൽ ഉപദേശ മണ്ഡപത്തിൽ നോക്കണേ, ഉപദേശ മണ്ഡപമാണ്. അങ്ങനെ ഖത്തീബ് മിമ്പറിന്മേൽ ആഗതനാവുന്നതിന് മുമ്പും ആഗതനായതിനു ശേഷവും ബാങ്ക് വിളിക്കൽ സുന്നത്താകുന്നു. 2 ബാങ്ക് വിളിക്കൽ സുന്നത്താകുന്നു. ഏത്? വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് പറയാ, ഖത്തീബ് മിമ്പറിന്മേൽ ആഗതരാവുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കുന്ന പതിവ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടാക്കിയത്. ആ പതിവ് ഉണ്ടാക്കുവാനുള്ള കാരണം ജനങ്ങൾ വർദ്ധിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം. ആ ബാങ്ക് കേട്ടാലേ ജനങ്ങൾ സന്നിഹിതരാവുകയുള്ളൂ എന്ന് കണ്ടെങ്കിലേ അത് സുന്നത്താവുകയുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുക എന്ന ഉദ്ദേശത്തിൽ 2ാമത്തെ ബാങ്ക് മാത്രം വിളിച്ചാൽ മതിയാകുന്നതാണ്. ഉത്തമവും അതുതന്നെ. അപ്പൊ ഏതാ ഉത്തമം? 1 ബാങ്ക് വിളിക്കലാ ഉത്തമം. 2 ബാങ്ക് വിളിക്കൽ എപ്പോഴാ? 2 ബാങ്ക് വിളിക്കേണ്ടത് ജനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, ജനങ്ങളുടെ ആധിക്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം മാത്രമേ 2 ബാങ്ക് വിളിക്കൽ സുന്നത്താകൂന്ന. അതാ നമ്മൾ മക്കയിൽ കാണുന്നത്, അതാ നമ്മൾ മദീനയിൽ കാണുന്നത്. ഇവർ ചോദിക്കാറുണ്ട്, എന്താ മദീനയിൽ 2 ബാങ്ക്, എന്താ മക്കയിൽ 2 ബാങ്ക്? അത് ഈ സുന്നത്തെടുക്കുക. കാരണം അവിടെ എപ്പോഴും ആളുകൾ അധികരിക്കും. ഒരുപാട് ആളുകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വരും. ആധിക്യമുണ്ടായി കഴിഞ്ഞാൽ അവരെ അത് അടയാളപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ, സൗദി അറേബ്യയിലെ മറ്റു പ്രവിൻസുകളിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂല. കാരണം അത് സുന്നത്തല്ല. ആ രൂപത്തിലാണ് നമ്മൾ നമ്മുടെ നാട്ടിലും ചെയ്യേണ്ടത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താ നിങ്ങൾ ഇറക്കിയതിൽ പറയണത്? 2 ബാങ്ക് വിളിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം 1 ബാങ്ക് കൊടുക്കലാണ്, ഒറ്റ ബാങ്ക് കൊടുക്കലാണ്. അതാണ്
ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് നിങ്ങളിറക്കിയ പുസ്തകത്തിലുള്ളതാണ്. മുജാഹിദുകൾ കണ്ട, വഹാബികൾ കണ്ട, അവർക്ക് ഒറ്റ ബാങ്കുള്ളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളിൽ നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഖുത്ബ പരിഭാഷയുമായി ബന്ധപ്പെട്ട വിഷയം. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി റഹിമഹുല്ല കൃത്യമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് ഉദ്ധരിച്ച ഈ ഫത്തുൽ മുഈനിലും നമുക്കത് കാണാൻ സാധിക്കും. അവിടെയും അവിടെ ഇത് അനുവദനീയമായിട്ടൊരു കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ബാത്തിലായ നമ്മുടെ ജുമയൊക്കെ മൊത്തത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. എന്നാൽ എന്താ, സമസ്തയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സമസ്ത ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് എഴുതി വച്ചിട്ടുള്ളത്? പഞ്ചലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതില് ആ പുസ്തകത്തിൽ E.K. ഹസൻ മുസ്ലിയാർ എഴുതുകയാണ്. എന്താ എഴുതുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോളി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കോളിളക്കം, ഒച്ചപ്പാടും വാദപ്രതിവാദങ്ങളും സൃഷ്ടിച്ച ഒന്നാണല്ലോ കുത്തുബ പരിഭാഷ. എന്നാൽ ഈ പരിഭാഷ എവിടെ നിന്ന് ആരംഭിച്ചു, എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. മീൻചന്തയിൽ വെച്ച് കൊണ്ടാടപ്പെട്ട സമസ്തയുടെ 17ാം വാർഷിക യോഗത്തിന്റെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മലബാറിന്റെ ചില മുക്കിലും മൂലകളിലും സുന്നി വഹാബി വ്യത്യാസമന്യേ, നോക്കണേ, സുന്നി വഹാബി വ്യത്യാസമന്യേ ചില ഖത്തീബുമാർ ചിലപ്പോഴെല്ലാം പരിഭാഷപ്പെടുത്തുകയും അനന്തരം ഫർദുകൾ എന്ന നിലക്ക് ഹംദും സ്വലാത്തും ഊസീക്കും ഇബാദില്ലാഹിയും മടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവകളെ രണ്ടാമതും അറബിയിൽ തന്നെ മടക്കലും ഉണ്ടായിരുന്നു. കണ്ട, കുത്തുബയിലെ പള്ളി മിമ്പറിൽ കയറിയിട്ട് മുജാഹിദുകളും സുന്നികളും ഒക്കെ മുമ്പ് മലയാളത്തില് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് സുന്നികൾ പഠിപ്പിക്കാം. ഇതേപോലെ തന്നെ കുത്തുബ ഭാഷയും പരിഭാഷയും നജീബ് മൗലവി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ മുഖവിരയിൽ നമുക്ക് കാണാം. എന്താ അതിൽ എഴുതുന്നത്? മമ്പാട് ഏറ്റവും പഴക്കമുള്ള ജുമാഅത്ത് പള്ളിയെ വലിയ പള്ളി എന്നാണ് വിളിക്കുക. മൗലാന പള്ളിപ്പുറം യൂസഫ് മുസ്ലിയാർ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ബാപ്പ ഹസൻ മുസ്ലിയാർ എന്നിങ്ങനെ പ്രഗത്ഭര് ധാരാളം ദർസ് നടത്തിയ ഒരു പള്ളിയിൽ അവർക്ക് ശേഷം ബഹുവന്യ ഷെയ്ഖുന KK സദഖത്തുള്ള മൗലവിയും വർഷങ്ങളോളം ദർസ് നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം അവിടെ കുത്തുബ പരിഭാഷയും ഉണ്ടത്രേ. അന്നൊക്കെ അവിടെ പരിഭാഷ ഉണ്ട്, കുത്തുബ പരിഭാഷ. ആ കുത്തുബ പരിഭാഷ പഴയ സുന്നി പരിഭാഷ മീൻചന്ത പ്രമേയം കൊണ്ടും അത് അന്ന് അവിടെ നിന്നില്ല. ഇവര് തന്നെ എഴുതിയ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ തന്നെ വീണ്ടും കൂടുതൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതെന്താ? വസിയത്തായി അറിയിക്കുന്ന സ്ഥിരം ഭാഗങ്ങൾ ഞങ്ങൾ കുട്ടികൾക്ക് പോലും മനപ്പാടമായിരുന്നു. അതിന് തൊട്ടടുത്ത് ഒരു ജുമാ കൂടി വന്നു. സുന്നികളുടെ തന്നെ, മുജാഹിദുകൾക്ക് വേറെയുമുണ്ട്. അവിടെയും പരിഭാഷയുണ്ടായിരുന്നു. എന്റെ ബഹുവന്യ ഉസ്താദ് പട്ടർക്കളം മുഹമ്മദ് ബഷീർ മുസ്ലിയാരാണ്. ഓർമ്മ വെച്ച കാലത്ത് അവിടെ കാളി, ഇന്നത്തെ SSF നേതാവ് താഹിർ സക്കാഫിയുടെ പിതാവ് വാള് പറയുമ്പോൾ നരകവും മറ്റും പറഞ്ഞു വന്നാൽ പൊട്ടി പൊട്ടി വിമ്മി വിമ്മി കരയുന്ന അദ്ദേഹത്തിന്റെ കുതുബയും സദാ കണ്ണീരിൽ കുതിർന്ന നുബാത്തിയയുടെ പരിഭാഷയോടെയായിരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ കേൾക്കണ അറബിയിലുള്ള കുത്തുബ ഏതാ? നുബാത്തി കുത്തുബയാണ്. ആ നുബാത്തി കുത്തുബയുടെ പരിഭാഷയോട് കൂടിയിട്ടാണ് സമസ്തയുടെ പള്ളിയിൽ അവർ കുത്തുബ നടത്തിയിരുന്നത് എന്ന് പച്ചയായിട്ട് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പറയാം. എന്നിട്ട് വഹാബികളാണ് ഇത് തുടങ്ങിയത്. ഏതൊക്കെയോ തുർക്കിയിലും മറ്റുമൊക്കെയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് വടക്കേക്കാടിന്റെ മണ്ണിൽ വന്നുകൊണ്ട് സിദ്ദീഖ് സക്കാഫി ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചില്ലേ? സഹോദരങ്ങളെ, സമസ്തയുടെ ഒരു ചെറിയ രൂപത്തിൽ ഈ വിഷയത്തിന്റെ സത്യത ബോധ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ ഇതൊക്കെ ഒന്ന് അവിടേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കണം, ഇതിന്റെ കോപ്പികൾ ആവശ്യമുണ്ടോ? ഞാൻ തരാൻ തയ്യാറാ. ഇതിന്റെ ഒക്കെ കോപ്പികൾ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഇതൊക്കെ ചോദിക്കണം. അപ്പോ വഹാബികളല്ലാത്ത ആളുകൾ, അവർ സുന്നികളായിട്ടുള്ള ആളുകൾ, അവർ കുത്തുബ പരിഭാഷ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ഖത്തീബിന് ആവശ്യമുണ്ട്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഏതാനും 5 മിനിറ്റ് കൂടി എനിക്കുണ്ട്. ഖത്തീബിന് ആവശ്യമുണ്ട്. എവിടേക്കാ? ചന്ദ്രിക പത്രത്തിൽ ഒക്ടോബർ 9-ാം തീയതി 1985 ആ വർഷത്തിൽ ഒരു പരസ്യം വരികയാണ്. ഖത്തീബിന് ആവശ്യമുണ്ട്. എന്താണ് അതിലുള്ളത്?
കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഖതീബായി തുടരുന്ന ഹാജി MK മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് പാണ്ഡിത്യവും പരിചയവുമുള്ള ഒരു സുന്നി ഖതീബിനെ ആവശ്യമുണ്ട്. മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ. എങ്ങനെ? മിമ്പറിന്റെ താഴെ നിന്നിട്ടല്ല, മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും വേണ്ടി വന്നാൽ ദർസ് നടത്താൻ കഴിവുള്ള ആളായിരിക്കണം. പ്രായം 40-നും 60-നും മധ്യേ. അപേക്ഷകൾ താഴെ പറയുന്ന മേൽവിലാസത്തിൽ വിശദ വിവരങ്ങളോടെ അപേക്ഷിക്കുക എന്ന് സെക്രട്ടറി ഒപ്പ്. ചേരമാൻ ജുമാ മസ്ജിദ് കമ്മിറ്റി, കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യമായിട്ട് വന്ന മുത്തുനബിയുടെ കാലത്തുണ്ടായ പള്ളിയാണ് എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ആ പള്ളിയിൽ പോലും മലയാളത്തിലാണ് കുത്തുബ ഉണ്ടായിരുന്നത് എന്ന് സഹോദരങ്ങളെ തെളിവുകൾ അറിയിക്കുന്ന വിഷയമാണ്. നിങ്ങൾ എന്തിനാണ് എന്നിട്ട് പാവപ്പെട്ട ഈ ആളുകളെ പറ്റിക്കുന്നത്? വഹാബികളുടെ പ്രസംഗങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടി പച്ചക്കളവുകൾ ഈ വടക്കേകാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സമസ്തയുടെ ലേബലിൽ നിങ്ങൾ പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിങ്ങളാരും വഞ്ചിതരാകരുതേ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിക്റാണോ അത് ഉത്ബോധനമാണോ എന്ന അടുത്ത വിഷയം. അതറിയണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സത്യധാരയിൽ സമസ്തയുടെ പണ്ഡിതന്മാർ അലവി ഫൈസി കുളപ്പറമ്പ് വിവർത്തനം ചെയ്ത സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്കയിലെ നിങ്ങളുടെ വലിയ പണ്ഡിതന അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനം, ആ ലേഖനം നിങ്ങൾ അലവി ഫൈസി കുളപ്പറമ്പ് വിവർത്തനം ചെയ്തുകൊണ്ട് അത് പുറത്തിറക്കിയിട്ടുണ്ട് സത്യധാരയിൽ. ആ സത്യധാരയിൽ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഖുതുബ എന്ന് പറയുന്നത് നമസ്കാരത്തിലൊക്കെ നമ്മൾ ഉരുവിടുന്ന ദിക്റുകൾ പോലെയാണോ, അതല്ല ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉത്ബോധനമാണോ എന്നുള്ളത് നിങ്ങൾ എഴുതിയത് വായിച്ചാൽ മതി. നിങ്ങൾ മുജാഹിദുകളുടെ ഇത് വായിക്കണ്ട. നിങ്ങൾ എഴുതിയത് ഈ വിവർത്തനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ തലക്കെട്ട് തന്നെ യുക്തിഭദ്രമായ പ്രബോധനം എന്നാണ് ആ തലക്കെട്ട് തന്നെ നൽകിയിട്ടുള്ളത്. അതിലെ ആശയങ്ങളൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ സ്വീകരിക്കേണ്ട മാർഗം ഏതാണെന്നറിയോ? ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് അത് അഹ്ലു സുന്നത്തിന്റെ മാർഗം. നമ്മളൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയണമെങ്കിൽ സഹോദരങ്ങളെ, ആ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. എന്താണ് ഇസ്ലാം എന്നുള്ളതിനെ കുറിച്ചെങ്കിലും നമ്മൾ മിനിമം അറിയണം. അത് എന്താണ് എന്നുള്ളത് അൽഹംദുലില്ലാ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മിയും പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അലവി സഖാഫി. അദ്ദേഹം പറഞ്ഞ ഒരു സത്യം, അദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് ഒരു സത്യം ഞാനും കണ്ട് അടർത്തി മാറ്റിയിട്ട് അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈകളിലൂടെ, തബഉ താബിഈകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുമാരിലൂടെ, മറ്റ് അയിമ്മത്തുകളിലൂടെ, സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി വന്ന ആ ആദർശങ്ങൾ, ആ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അവക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ മതം ഇസ്ലാമാണെന്ന് പറയുന്നത് ഈ കണ്ടോ. എന്താണ് ഇസ്ലാം എന്ന് ബഹുമാന്യനായ അലവി സഖാഫി സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. കലിമത്തുൽ ഹഖ് ബിഹൽ ബാത്തിൽ എന്നാണ് അവിടെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം സംസാരിച്ച വിഷയം ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. എന്നാൽ അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാത്തിലായിട്ടുള്ള കാര്യമാണ്. അത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഏറെ പ്രസക്തമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം എന്താണ്,
ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം എന്താണ് എന്നുള്ള വിഷയം പ്രസക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഇനി നിങ്ങൾക്ക് കേൾക്കേണ്ടതുള്ളത് കൊണ്ട് ധാരാളം വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു കേട്ട കാര്യങ്ങൾ, ആ ഹക്കായ വിഷയങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.